പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോഹൻദാസ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കും പ്രസംഗ പരിശീലനത്തിനും ഭാഷാപ്രയോഗത്തിനും അവരുടെ എഴുത്തിനും ഒക്കെ ഗുണപ്രദമായി തീരാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില വീഡിയോകൾ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ചില സുഹൃത്തുക്കൾ അത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണമായി നമ്മൾ നമ്മുടെ പ്രയോഗത്തിൽ വരുത്തുന്ന ചില പ്രമാദങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ, അതിനെ ലളിതമായി വിശദീകരിക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. ശൈലീപരമായിട്ടുള്ള പ്രയോഗ വൈകല്യങ്ങൾ, അതുപോലെ നോട്ടീസ് ഒക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനകത്ത് സംഭവിച്ചു പോകാവുന്ന ചില വീഴ്ചകൾ, കേവലം അശ്രദ്ധ കൊണ്ട് നമ്മൾ വരുത്തുന്ന ധാരാളം ന്യൂനതകൾ, ഇത്തരം കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ലളിതമായി ചില കാര്യങ്ങൾ ആർക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ളത്, എന്നാൽ അവശ്യം നമ്മൾ ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് സഹൃദയരായ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് രണ്ട് പദപ്രയോഗങ്ങളിലെ പോരായ്മകൾ ആദ്യമേ ചൂണ്ടിക്കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പം ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, നാളെ എനിക്ക് നിങ്ങൾ പറയുന്നത് അടുത്ത് വരാൻ പറ്റില്ല, കാരണം എനിക്ക് ഒരു കല്യാണത്തിനൊരു ക്ഷണനമുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞു. അയാൾ ഉദ്ദേശിച്ച കാര്യവും നമുക്ക് മനസ്സിലായി, അയാൾ നമ്മളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കാര്യം നമുക്ക് ബോധ്യമായി എന്ന് അയാൾക്കും മനസ്സിലായി. പക്ഷെ ഇവിടെ ഒരു വലിയ പിശക് സംഭവിച്ചിട്ടുണ്ട്. ക്ഷണനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്ഷണനം എന്ന വാക്കിന് കൊലപാതകം എന്നാണ് അർത്ഥം, കൊല. അപ്പം എനിക്ക് കല്യാണത്തിനൊരു ക്ഷണനമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് കല്യാണത്തിന് ക്ഷണമുണ്ട്, അതുകൊണ്ട് എനിക്ക് വരുന്ന ദിവസം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് എത്താൻ കഴിയില്ലെന്നോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ലെന്നോ എന്ന് പറയണം. അപ്പം നമ്മുടെ ഒരു പ്രയോഗ വൈകല്യമാണ്, ശ്രദ്ധിച്ച് ഭാഷ ഉപയോഗിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇനി മറ്റൊന്ന്, അത് സമൂഹത്തിൻ്റെ കുറച്ച് ഉന്നത ശ്രേണിയിൽ എന്ന് നമ്മൾ കരുതുന്നവർ പോലും വരുത്തുന്ന ഒരു തെറ്റാണ്. പത്രക്കാരുൾപ്പെടെ അച്ചടി ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ ധാരാളമായി കണ്ടുവരുന്ന ഒരു വീഴ്ചയെക്കുറിച്ചാണ് ഇനി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പരസ്പരമുള്ള ഈ തമ്മിലടി എന്നാണ് അവസാനിക്കുന്നത്, അന്ന് മാത്രമേ ലോക സമാധാനം ഉണ്ടാവൂ എന്ന് ഒരാൾ പറയുന്നു. രാജ്യങ്ങൾ പരസ്പരമുള്ള ഈ തമ്മിലടി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പരസ്പരം എന്ന് പറഞ്ഞാൽ തമ്മിൽ എന്നാണ് അർത്ഥം. തമ്മിലെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതാണ്. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരം രാജ്യങ്ങൾ തമ്മിലുള്ള ഈ അടിയെന്ന് എന്തിനു പറയണം? ഒന്നുകിൽ രാജ്യങ്ങൾ പരസ്പരമുള്ള ഈ പ്രശ്നമെന്നോ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നമെന്നോ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി. ചിലരാണെങ്കിൽ അതല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു തമ്മിലടിയാണ്, ഒരു സ്വരച്ചേർച്ചയും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ തന്നെ തമ്മിലെന്നായി കഴിഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമ്മിലടിയുടെ യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ പരസ്പരമെന്നും തമ്മിലെന്നും അന്യോന്യമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും പറയുന്ന ഈ 4 വാക്കുകളും അതിൻ്റെ അർത്ഥം നമ്മൾ ധ്വനിപ്പിക്കുന്നതിന് വേണ്ടത്ര ബലമുള്ളതാണ്, ശക്തിയുള്ളതാണ്. പിന്നെ ഈ 2 എണ്ണം വീതം ഇങ്ങനെ ചേർത്ത് വയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് എഴുത്തിലും സംഭാഷണത്തിലും നമ്മൾ ധാരാളമായി വരുത്തുന്ന ഒരു പിശകാണ്.
ഇനി ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്, വരവും ചിലവും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല, ഇതാകെ കുഴഞ്ഞുമറിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ കാര്യങ്ങൾ എന്ന് ഇങ്ങനെയൊക്കെ പറയാറ്. ഇവിടെ നമ്മൾ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. വരവ് എന്ന് പറഞ്ഞാൽ വരുന്നത്, അത് നമുക്ക് ആദായമായിട്ട് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ വരുന്നത് വരവാണെങ്കിൽ ചെല്ലുന്നത് ചെലവാണ്. വരുന്നത് വരവ്, അപ്പം ചെല്ലുന്നത് ചെലവ്. അപ്പോൾ വരവും ചെലവും തമ്മിൽ ബന്ധമില്ല, അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്നില്ലെന്ന് വേണം പറയാം. ചിലവ് എന്നൊരു വാക്ക് ഇല്ല. അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഭാഷ മെച്ചമായി കൈകാര്യം ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി ശൈലീപരമായ ചില പ്രശ്നങ്ങൾ. ഒരിക്കൽ ഒരു പാവപ്പെട്ടവൻ പറഞ്ഞതാണ്, നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഗർഭിണിയായ ഭാര്യയെ രാജു ആശുപത്രിയിൽ എത്തിച്ച് സമയത്തെത്തിയത് കൊണ്ട് അവള് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും കാര്യം മനസ്സിലായി, എല്ലാവരും പോവുകയും ചെയ്തു. പക്ഷേ ഭാഷാശാസ്ത്രപരമായി ചിന്തിക്കുന്ന ഒരു മലയാള അധ്യാപകന് അല്ലെങ്കിൽ മലയാളം അറിയാവുന്ന ഒരാൾക്ക് വല്ലാത്ത ഞെട്ടലാണ് അവിടെ ഉണ്ടാകുന്നത്. നമുക്ക് ആ സെൻറ്റൻസ് അല്ലെങ്കിൽ ആ വാക്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഗർഭിണിയായ ഭാര്യയെ രാജു ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ ഒരു അംശം, അതിനകത്തുള്ള ഒരു ദുസൂചന പോലെ തോന്നി കേൾക്കാവുന്നത് നിങ്ങൾ ക്ഷമയോടെ വിട്ടുകളയണം, എങ്കിലേ എനിക്കത് വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ ഭാര്യയ്ക്ക് സുഖമില്ല, അല്ലെ ഭാര്യ ഗർഭിണിയാണ്, അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ട് നാട്ടുകാർ വന്ന് അയാളെ സഹായിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ പാവം പറഞ്ഞു വന്നപ്പം നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഗർഭിണിയായ ഭാര്യയെ എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ് ഭാര്യയ്ക്ക് സഹായം കിട്ടിയത് എന്നുള്ളത് ആലോചിച്ചാൽ നമുക്ക് ഒരു ഉൾക്കിടിലമാണ് ഉണ്ടാകും. അപ്പോൾ ഗർഭിണിയായ ഭാര്യയെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി രാജു ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയുന്നതിന് വരെ ആലോചന കൂടാതെ നമ്മൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഗർഭിണിയായ ഭാര്യയെ രാജു ആശുപത്രിയിൽ എത്തിച്ചു എന്നും മറ്റും പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നമൊന്നും തോന്നത്തില്ലെങ്കിലും അതിനകത്ത് അന്തർഭവിച്ചിരിക്കുന്ന പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി മറ്റൊരു കൂട്ടര് നമ്മുടെ രാഷ്ട്രപിതാവ് എന്നാണല്ലോ ഗാന്ധിജിയെ നമ്മൾ അറിയപ്പെടുന്നത്, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചു കേൾക്കാറ്. നമ്മുടെ രാഷ്ട്രപതി എന്നാണല്ലോ, അത്രയൊന്നും കുഴപ്പമില്ല, ഗാന്ധിജിയെ നമ്മൾ അറിയപ്പെടുന്നത്. എന്താണ് അവിടുത്തെ വൈകല്യം? നമ്മുടെ രാഷ്ട്രപിതാവ് എന്നാണല്ലോ ഗാന്ധിജിയെ നമ്മൾ അറിയുന്നത് എന്ന് പറയണം. അല്ലെങ്കിൽ രാഷ്ട്രപിതാവ് എന്നാണല്ലോ ഗാന്ധിജി അറിയപ്പെടുന്നത് എന്ന് പറയണം. ഇവിടെ ഗാന്ധിജിയെ നമ്മൾ അറിയപ്പെടുന്നത് എന്നായിപ്പോയാൽ അറിയപ്പെടുന്നയാൾ നമ്മളായി മാറും, ഗാന്ധിജി അറിയപ്പെടുന്ന ആളായി മാറത്തില്ല. അപ്പോൾ അവിടെ ഒരു സൂക്ഷ്മാംശത്തിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, പറഞ്ഞു വരുന്ന കാര്യം ലക്ഷ്യവേദിയാകാതെ തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ചധികം ഭാഷാപരമായിട്ടുള്ള പ്രയോഗ വൈകല്യങ്ങളും ആശയപരമായിട്ടുള്ളതും ശൈലീപരമായിട്ടുള്ളതും വളർന്നു വരുന്ന ആളുകൾ പ്രസംഗത്തിലും എഴുത്തിലും ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നിങ്ങൾക്കൊരു ശുഭദിനം. നിങ്ങളുടെ മോഹൻദാസ്.